ഇപ്പൊ എനിക്ക് ഈ പണം അത്യാവശ്യ. എന്റെ അച്ഛൻ ജയിലില്ല. അച്ഛൻ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടേ മാഡത്തിന്റെ പണം ഞാൻ തിരിച്ചു തരാം. നോക്ക്, ഇപ്പൊ ഞാനൊരു 10 ലക്ഷം രൂപയുടെ ചെക്ക് നിനക്ക് എഴുതി തരാം. ദേവി ഇത് നീ അത് നിഷേധിക്കരുത്. എന്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാ നീ അത് വാങ്ങണം. കൃഷ്ണേ, നമുക്ക് പോവാം മോളിക്കുട്ടി. കൃഷ്ണേ, മുമ്പ് പലപ്പോഴും അവര് തന്ന പണം നീ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇപ്പൊ നമുക്ക് പണത്തിന് അത്യാവശ്യമാണ്. മോളിക്കുട്ടി, അത് അച്ഛനെ ജയിലിൽ നിന്ന് ഇറക്കിയല്ലേ പറ്റൂ. ഇപ്പോ സിത്താര മാഡം തരുന്ന പണം വാങ്ങണം. അച്ഛനെ ഇറക്കിക്കഴിഞ്ഞാ അത് നമുക്ക് തിരിച്ചു കൊടുക്കാലോ. നമുക്കത് വേണോ മോളിക്കുട്ടി? അഡ്വക്കേറ്റിന്റെ ഓഫീസിന്നാ. അതെ, നിങ്ങളുടെ കേസ് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്ന് സാർ ചോദിച്ചു. ഉടനെ പണം എത്തിച്ചെങ്കിലേ കേസിന്റെ നടപടിക്രമങ്ങൾ തുടങ്ങാൻ പറ്റുമെന്ന് സാറ് പറഞ്ഞു. പണം നാളെ തന്നെ ഞങ്ങൾ എത്തിക്കാം സർ. ഓഫീസിൽ കൊണ്ടുവരാം. ആയിക്കോട്ടെ, ഞാൻ സാറിനോട് പറഞ്ഞേക്കാം. അവർക്ക് നാളെ തന്നെ പണം കൊടുക്കണമെന്നാ പറഞ്ഞിരിക്കുന്നേ. അച്ഛനെ പുറത്തിറക്കാൻ നമ്മുടെ മുമ്പിൽ വേറെ മാർഗമൊന്നുമില്ല. സിത്താര മാഡം കൊണ്ടുവരുന്ന പണം നീ വാങ്ങിച്ചേ പറ്റൂ. അത് മോളിത് വാങ്ങിക്കൂ. വേറൊരു സാഹചര്യത്തിലായിരുന്നെങ്കിൽ ഞാനിത് വാങ്ങില്ലായിരുന്നു മാഡം. ഇപ്പൊ എനിക്ക് ഈ പണം അത്യാവശ്യ. എന്റെ അച്ഛൻ ജയിലില്ല. അച്ഛൻ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടേ മാഡത്തിന്റെ പണം ഞാൻ തിരിച്ചു തരാം. ഞാൻ ഈ പണം തരുന്നത് നിന്നെ സഹായിക്കാനായിട്ടാ, അല്ലാതെ എന്റെ ശത്രുവായ ശ്രീനിവാസനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാനായിട്ടല്ല. നിനക്ക് വേണ്ടി എത്രമാത്രം പണം മുടക്കാനും ഞാൻ തയ്യാറാ. പക്ഷെ അയാളെ രക്ഷിക്കാൻ ഒരു ചില്ലിക്കാശ് ഞാൻ തരില്ല. എന്നെ എന്റെ മകളെയും കൊല്ലാനായിട്ട് ശ്രമിച്ച അയാൾ അങ്ങനെ ജയിലിൽ നിന്ന് രക്ഷപ്പെടണ്ട. ഇതാണ് മാഡത്തിന്റെ തനി നിറം. വേണ്ട മാഡം, അച്ഛന്റെ ശത്രുവായ മാഡത്തിൽ നിന്നും എനിക്ക് ഈ പണം വേണ്ട. പക്ഷേ എന്റെ അച്ഛൻ കാലാകാലം അവിടെ കിടന്ന് നരകിക്കുമെന്ന് മാഡം കരുതണ്ട. എത്ര കഷ്ടപ്പെട്ടിട്ടായാലും അച്ഛനെ ഞാൻ പുറത്തിറക്കിയിരിക്കും. മോളിക്കുട്ടി, നമുക്കിറങ്ങാം. ഗാധുമോളെ രക്ഷിച്ചതിനൊരു സമ്മാനം എന്നുള്ള നിലയിലാ അവക്ക് ഞാൻ ഈ പണം കൊടുത്തത്. പക്ഷേ ഇപ്പൊ അവക്ക് ഈ പണത്തിന്റെ ആവശ്യം ജയിലിൽ കിടക്കുന്ന ശ്രീനിവാസനെ രക്ഷിക്കാനാണെന്ന്. അതുകൊണ്ട് ഞാനതങ്ങ് തിരിച്ചു വാങ്ങിച്ചു. ജയിലിനകത്ത് കിടന്നിട്ട് പോലും എന്റെ മകളെ കൊല്ലാനായിട്ട് ആളെ അയച്ച ആളാണ് ശ്രീനിവാസൻ. അയാളുടെ സഹോദരി തന്നെ എന്നോട് പറഞ്ഞത്. എന്റെ മകൾക്കും എനിക്കും ഭീഷണിയായ ശ്രീനിവാസനെ പുറത്തിറങ്ങാനായിട്ട് ഞാൻ അനുവദിക്കില്ല സിനി. അയാൾ ഈ ജീവിതകാലം മുഴുവനും ജയിലിനകത്ത് കിടക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും. മമ്മി, 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 മോളെ, മോളെ, അയ്യോ കൊല്ലില്ലേ, എന്നെ തൊടല്ലേ, എന്നെ തൊടല്ലേ. സാരമില്ല, സാരമില്ല, സാരമില്ല മോളെ, സാരമില്ല. മമ്മിയാ. മമ്മി, അവരെന്നെ കൊല്ലാൻ പോവാ മമ്മി. അവരെന്റെ കഴുത്തില് കയറിടും. മോളെ, മമ്മി എന്നെ എങ്ങനെയല്ലേ രക്ഷിക്കും മമ്മി? നിനക്കൊന്നുമില്ല മോളെ. മമ്മിയല്ലേ പറയുന്നേ, പറയുന്നൊന്ന് കേക്ക് മോളെ. എന്റെ മമ്മി ആരൊക്കെ എന്റെ പുറകിൽ വന്ന് എന്നെ കൊല്ലാൻ പോവാ മമ്മി. ഞാൻ മരിക്കും മമ്മി. ഒന്നുമില്ല മമ്മി, അവരെന്നെ കൊല്ലും, എന്നെ കൊല്ലും. മരണം മുന്നിൽ കണ്ടു. സത്യം പറഞ്ഞ ഇതൊരു രണ്ടാം ജന്മമാണ് തങ്കച്ചി. നടന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് തന്നെ പേടിയാവുന്നു. അപ്പൊ പിന്നെ അനുഭവിച്ച നിങ്ങളുടെ അവസ്ഥ എന്താ? ഞാൻ പറഞ്ഞില്ലേ തങ്കം, എല്ലാത്തിന്റെയും പുറകിൽ ആ സത്യവതി മൂർത്തിയായിരുന്നു.
കുറച്ചുകൂടെ നേരത്തെ നമ്മളത് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഇത്രയ്ക്ക് അപകടം ഉണ്ടാവില്ലായിരുന്നു. ശരിയാ, ഗോപാലേട്ടൻ എന്നോടും പറഞ്ഞിരുന്നത്. കൃഷ്ണയെ പോലെയും മോളിക്കുട്ടിയെ പോലെയും ഞാനും തർക്കിച്ചു. അത്രയ്ക്കല്ലേ അനിയൻ സാറെന്ന് പറയുമ്പോ അവര് കാണിച്ചുകൊണ്ടിരുന്നേ. അവരുടെ മാറ്റം ഞാൻ നേരിട്ട് കണ്ടതാ സുനന്ദേ. ആ വീട്ടിൽ താമസിക്കുമ്പോൾ കൃഷ്ണയ്ക്കോ അനിയൻ സാറിനോ ജീവനിൽ ഒരു അപകടം ഉണ്ടാവാതിരുന്നത് ഭാഗ്യമെന്ന് കരുതിയാൽ മതി. ഇതിന്റെ എല്ലാത്തിനും ഇടയിലാ ആ ഗാഥയുടെ വരവ്. ചാകാൻ കിടക്കുമ്പോഴും അവളും അവളുടെ മമ്മിയും അവളുടെ മമ്മിയുടെ പണവും വെറുത്തുപോയി ശവത്തിനെ. കൃഷ്ണയെ മോളിക്കുട്ടിയും വന്ന് കേറിയില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. കഴുത്തിൽ കുരുക്ക് മുറുകി തുടങ്ങിയത്. ഇതെന്തിനാ അവള് ഗാഥയും കൊണ്ട് അങ്ങോട്ട് പോയത്? അവര് വന്ന് കൂട്ടിക്കൊണ്ട് പോവായിരുന്നില്ലേ? ആരോടാ തങ്കവി പറയുന്നേ? എത്ര കിട്ടിയാലും കൃഷ്ണ പഠിക്കുവോ? സിത്താരാ മേഡത്തിന്റെ സങ്കടം, ഗാഥയുടെ ജീവിതം, ഇതെല്ലാം കൃഷ്ണ ചുമലിലെടുത്തിരിക്കുകയല്ലേ. കൃഷ്ണ വരാൻ ഒരു 2 മിനിറ്റ് താമസിച്ചിരുന്നെങ്കിലുണ്ടല്ലോ, ഇതോടുകൂടി എല്ലാം അവസാനിച്ചേനെ. അതോടുകൂടി എല്ലാ പ്രശ്നവും തീർന്നേനെ. വേണ്ട ഗോപാല, ഒരാളുടെ ജീവൻ എടുത്തിട്ടുള്ള കാര്യമൊന്നും പറയണ്ട. അവര് ദുഷ്ടത കാണിച്ചു എന്ന് വെച്ച് നമ്മൾ എന്തിനാ പകരം ദുഷ്ടന്മാരാവുന്നത്? എന്തായാലും കൃഷ്ണ തിരിച്ചു വരട്ടെ. ഇനി പുറത്തു പോകുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് മതി. അവളെ ഇവിടെ പൂട്ടിയിടാനാണോ തങ്ക ഉദ്ദേശിക്കുന്നത്? അപ്പൊ പിന്നെ അനിയൻ സാറിന്റെ കേസ് ആര് നോക്കും? അവള് പുറത്തിറങ്ങാതെ പറ്റില്ലല്ലോ. തങ്കേച്ചി, ഇതിനൊക്കെ ഒരൊറ്റ മാർഗേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ ചെയ്ത് അനിയൻ സാറിനെ പുറത്തു കൊണ്ടുവരണം. അനിയൻ സാറ് പുറത്തിറങ്ങി ഈ വീട്ടിൽ നിന്നാ 12 മണിക്കൂർ കൊണ്ട് പരിഹരിക്കാവുന്നതേ ഉള്ളൂ ഈ പ്രശ്നമൊക്കെ. ഇനി അനിയൻ സാറ് വരുമ്പോ ഒന്നും ഒളിച്ചു വെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഉള്ള കാര്യം അങ്ങോട്ട് വെട്ടി തുറന്നു പറയും. ഇത്രയും നാളും പറയാതിരുന്നതിന്റെ കാരണവും പറയണം. എല്ലാവരും കൂടി രഹസ്യം സൂക്ഷിക്കാനിരുന്ന ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണം തങ്കം പണ്ട് എല്ലാം വിളിച്ചു പറയുന്നു പറഞ്ഞപ്പോ വെറുതെ ബഹളം വെക്കാന്നേ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷെ അതല്ല, അർഹതയില്ലാത്തവർക്കൊന്നും വെച്ച് നീട്ടേണ്ട കാര്യമില്ല. സിത്താരാ മേഡത്തിനോ അവരുടെ മകൾക്കോ നമ്മളോട് ആരോടും സ്നേഹമോ കാരുണ്യമോ ബഹുമാനമോ ഒന്നുമില്ല. അങ്ങനെയുള്ളവരോടത് തിരിച്ചു കാണിക്കാൻ നോക്കിയാ അത് വെറും മണ്ടത്തരാ. കൃഷ്ണ തിരിച്ചു വരുമ്പോ അത് വിലക്കണം. വരട്ടെ. അനിയൻ സാർ പുറത്തു വരുന്നത് വരെ നിലനിൽക്കാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. തങ്കം, എന്റെ കയ്യിലുള്ളത് ദേ ഈ തടിയാ. തങ്കത്തിനും കൃഷ്ണയ്ക്കും ഒരു പ്രശ്നം വന്നാല് ഇതങ്ങ് പോയാലും എനിക്ക് കുഴപ്പമില്ല. എന്നെ കൊണ്ട് പറ്റാവുന്നത് ഞാൻ ചെയ്യും. കൃഷ്ണയെ ബുദ്ധിമുട്ടിക്കുന്നവന്റെ ഒക്കെ ചങ്കില് കത്തി കയറ്റിയിട്ടാണെങ്കിലും. ഒന്നും മിണ്ടാതിരിക്കെ. വെട്ടും കൊലയും ചതിയും ഇതല്ലാതെ വേറെ ഒന്നും കേൾക്കാനില്ല. ചോരയ്ക്ക് പകരം ചോര എന്നുള്ള ചിന്തയൊന്നും വേണ്ട. ദൈവം എന്തേലും വഴി കാണിക്കും. ഇതുവരെയുള്ള പ്രശ്നത്തിൽ നിന്നൊക്കെ ദൈവം കാത്തു രക്ഷിച്ചല്ലോ.